തീർച്ചയായിട്ടും അതിന് ഇന്ത്യ മറുപടി നൽകേണ്ടതുണ്ട്. അതിന്റെ ആദ്യഘട്ട മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. അതിനെ ഇന്ത്യയിലെ പ്രതിപക്ഷം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ കാണുന്ന രീതിയിലല്ല ലോക മാധ്യമങ്ങൾ കാണുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ അതിനെ വിമർശിക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട്. പക്ഷെ അതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യയുടെ പ്രതികരണത്തിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നതും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ പ്രേമചന്ദ്രൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 1971 ഇന്ദിരാഗാന്ധിയും ഹെൻറി കിസിഞ്ചറും തമ്മിലുള്ള ഒരു സംഭാഷണം. സത്യത്തിൽ അതൊരു ഇന്റർനെറ്റ് ഹോക്സ് ആണ് എന്ന് ശ്രീ പ്രേമചന്ദ്രൻ മനസ്സിലാക്കേണ്ടതുണ്ട്. രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ചരിത്രത്തിലും ഒരു ഹിസ്റ്റോറിയന്റെ ഒരു പുസ്തകത്തിലും അങ്ങനത്തെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ വൺ ലൈനർ ഇന്ദിരാഗാന്ധി പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് നിങ്ങൾ 7th ഫ്ലൈറ്റ് വേണമെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവന്നോളൂ, പക്ഷെ അത് തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന മട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഇന്ദിരാഗാന്ധിയുടെ ഒരു സംഭാഷണത്തിലും ഉണ്ടായിട്ടില്ല. അതിന് യാതൊരു വിധത്തിലുള്ള റെക്കോർഡ്സും ഇല്ല. അത് കംപ്ലീറ്റ്ലി ഒരു ഇന്റർനെറ്റ് ഹോക്സ് ആണ്. അതുമായി ബന്ധപ്പെട്ട് പഴയ പുസ്തകങ്ങളാണെങ്കിലും ഏറ്റവും അടുത്ത കാലത്ത് 1971 ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീനാഥ് രാഘവന്റെ പുസ്തകം വന്നിട്ടുണ്ട്. ആ പുസ്തകത്തിലടക്കം അതിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് മീറ്റിംഗ്സ് അടക്കം DP ധാറുമായിട്ട് PN ഹക്സറുമായിട്ടൊക്കെയുള്ള പ്രൈവറ്റ് മീറ്റിംഗ്സ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരിടത്തും അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ അമേരിക്കയുടെ സൈഡ് പറയുന്ന പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ഗാരി ബേസിന്റെ പുസ്തകങ്ങളുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരിടത്തും അതില്ല. അതുകൊണ്ട് വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള പ്രേമചന്ദ്രനെ പോലെയുള്ള ഒരാൾ അത് പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയണം എന്ന് തോന്നി. തന്നെയുമല്ല, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. ഇന്ദിരാഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും ടാസ്ക് ഫോഴ്സ് 74 എന്ന പേരിലുള്ള 7th ഫ്ലൈറ്റിന്റെ ഭാഗമായിട്ടുള്ള USS എന്റർപ്രൈസ് എന്നുള്ള കപ്പൽ ബേ ഓഫ് ബംഗാളിൽ ഡിസംബർ മാസം 1971 ഇതേ റിച്ചാർഡ് നിക്സണും ഇതേ ഹെൻറി കിസിഞ്ചറും കൂടി എത്തിച്ചിരുന്നു, ഡിപ്ലോയ് ചെയ്തിരുന്നു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ആ മാസം ഇന്ദിരാഗാന്ധി കിസിഞ്ചർക്ക് അയച്ചിരിക്കുന്ന, അമേരിക്കയ്ക്ക് അയച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷനിൽ ഈ ഭാഷയോ ഈ ഹോളിവുഡ് വൺ ലൈനറിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള പ്രതികരണമോ ഇല്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ലൈൻ ഇങ്ങനെയാണ്: ഇൻ ദിസ് അവർ ഓഫ് ഡേഞ്ചർ ദ ഗവൺമെന്റ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സീക്ക് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഏർജ് യു ടു പെർസ്വേഡ് പാകിസ്ഥാൻ ടു ഡെസിസ്റ്റ് ഫോർത്ത് വിത്ത് ഫ്രം ദ പോളിസി ഓഫ് മാൻടൺ അഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയോട് നമ്മൾ അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്. ഈ ടൈപ്പിലുള്ള ഹോളിവുഡ് വൺ ലൈനേഴ്സ് ഉണ്ടായിട്ടില്ല. അത് ചരിത്രപരമായി തെറ്റാണ്. അതൊരു ഇന്റർനെറ്റ് ഹോക്സ് ആണ്. ഒന്ന്. രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അന്തസ്സിന് ചേരുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ അൺഇൻഫോംഡ്, കാര്യങ്ങൾ അറിയാതെയുള്ള ഒരു പ്രതികരണമാണ് US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. രണ്ട്, ഇനപ്രോപ്രിയേറ്റ്, അനുചിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മൂന്നാമത്തേത് ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞുവെങ്കിലും വിശദീകരിച്ചില്ല, ഇൻ പുവർ ടേസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ അന്തസ്സിന് ചേർന്ന വളരെ പക്വതയോട് കൂടിയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ ഈ മൈക്കൽ സാവേജിന്റെ പ്രസ്താവനയെ, എൻഡോഴ്സ്മെന്റിനെ, അതിനെ തള്ളി പറയുന്നതിനോടൊപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും ഏത് നിലയ്ക്കുള്ളതാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ പറഞ്ഞ വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള എന്നാൽ വളരെ സിവിൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ ഇത് വന്നിരിക്കുന്നത്. അതല്ലാതെ ഡാഷ്മോനെ രേവന്ത എന്നതുപോലെ പ്രതികരിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് കഴിയില്ല. ആ രീതിയിലത്തേക്കുള്ള പ്രതികരണമാണ് നമ്മൾ ആരെങ്കിലും അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് എന്ന രീതിയിലത്തേക്ക് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. ആ രീതിയിലത്തേക്ക് ഡിപ്ലോമസിയിൽ നമുക്ക് പ്രതികരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രതികരണം എങ്ങനെയാണ്, ഇന്ത്യയുടെ പ്രതികരണത്തിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അമേരിക്കയിലുള്ള മാധ്യമങ്ങളെ നോക്കൂ, അതല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലുള്ള മാധ്യമങ്ങളെ നോക്കൂ, അവരെല്ലാവരും തന്നെ ഏത് രീതിയിലാണ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്, ഇന്ത്യയുടെ പ്രതികരണത്തിനെ അവരെങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പ്രതിപക്ഷത്തിന് അത് ഇനാഡിക്വേറ്റ് ആണെന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇൻഡിപെൻഡന്റ് ന്യൂസ് പേപ്പർ, ഇന്റർനാഷണൽ മാധ്യമമാണല്ലോ, അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപ് ഫേസസ് ഡിപ്ലോമാറ്റിക് ബാക്ക്ലാഷ് ആൻഡ് എ റെയർ കണ്ടംനേഷൻ ഫ്രം ഡൽഹി എന്നാണ്. അതായത് നയതന്ത്രപരമായിട്ടുള്ള ഒരു ബാക്ക്ലാഷ് അവർക്കുണ്ടായിട്ടുണ്ട്. ഒപ്പം റെയർ കണ്ടംനേഷൻ, നമ്മൾ സാധാരണ ആ രീതിയിലത്തേക്ക് ആരെയും അപലപിക്കാറില്ല, പക്ഷെ ആ രീതിയിലത്തേക്ക് വളരെ അപൂർവമായിട്ടുള്ള ഒരു അപലപിക്കൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് അവർ പറയുന്നത്. ബ്ലൂംബർഗ് മറ്റൊരു ഇന്റർനാഷണൽ മാധ്യമമാണ്, അവർ പറയുന്നത് ഇന്ത്യ കണ്ടംസ് ട്രംപ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പോസ്റ്റ് കോളിംഗ് ദ നേഷൻ ഹെൽ ഹോൾ എന്നീ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ കുറിച്ച് കണ്ടംസ്, അതായത് അപലപിച്ചു എന്നാണ് പറയുന്നത്. അമേരിക്കയിൽ തന്നെയുള്ള ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് ഇൻ എ റെയർ പബ്ലിക് റിബ്യൂക്ക്, വീണ്ടും പറയുന്നുണ്ട്, പബ്ലിക്കായിട്ട് നമ്മൾ അങ്ങനെ റിബ്യൂക്ക് ചെയ്യാറില്ല ഒരു രാജ്യത്തിനെയും, പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിനെ, പക്ഷേ റെയർ പബ്ലിക് റിബ്യൂക്ക് ഓഫ് ദ വൈറ്റ് ഹൗസ് എന്ന രീതിയിലത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഗാർഡിയൻ, UK അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വോയിസ്ഡ് ആങ്കർ എന്നാണ്. ഇന്ത്യ അവരുടെ ദേഷ്യം അത് അറിയിച്ചിരിക്കുന്നു, ക്രിട്ടിസൈസ്ഡ് ആസ് ഇൻഅപ്രോപ്രിയേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BBC പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഇന്ത്യ കണ്ടംഡ് എന്നാണ്, ഇന്ത്യ അപലപിച്ചിരിക്കുന്നു. അൽ ജസീറ അത് പറഞ്ഞിരിക്കുന്നത് ഡിനൻസിയേഷൻ എന്നാണ്, പബ്ലിക് കണ്ടംനേഷൻ എന്നാണ് അൽ ജസീറ പറഞ്ഞത്. റോയിറ്റേഴ്സ് പറഞ്ഞിരിക്കുന്നത് റിബ്യൂക്ക് എന്ന വാക്കാണ്, ഇന്ത്യ ശകാരിക്കുന്നു, ഷാർപ്പായിട്ടുള്ള ഡിസപ്രൂവൽ കൊടുക്കുന്നു എന്നാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഈ മെഷേർഡ് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസിനെ ഇന്റർനാഷണൽ മീഡിയ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, അത് വളരെ മെഷേർഡ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് അവർ പറയുന്നുണ്ട്. ചൈനയുടെ പ്രതികരണം എവിടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയും ചൈനയും പോലെയുള്ള നരകക്കുഴികൾ, അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് നരകക്കുഴികൾ എന്നുള്ള ഒരു പ്രസ്താവന വരുന്ന സമയത്ത് ചൈനയുടെ റെസ്പോൺസ് എവിടെ വന്നിരിക്കുന്നത്?
എവിടെ ആരാ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ചൈന പോലും വളരെ ടാക്ടിക്കലായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യ അതിശക്തമായ രീതിയിലേക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ആനിമേറ്റഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണോ? നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഡാഷ് മോനെ രേവന്ത ടൈപ്പ് റെസ്പോൺസ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല.